ഇതിൽ പല ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതിന് പ്രദർശനാനുമതി നിഷേധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബാറ്റർഷിപ്പ് പൊടംകിൻ ഉദാഹരണം പറഞ്ഞ ബാറ്റർഷിപ്പ് പൊടംകിന് അതിൽ പിന്നെ സോലനാസിൻ്റെ പടം, ഇതൊക്കെ സിനിമയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്, വേറൊന്നുമല്ല. ബാറ്റർഷിപ്പ് പൊടംകിന് അത് ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. അവർ ഓഫ് ദി ഫർണസ് സോലനാസിൻ്റെ പടമാണ്. അതൊരു വൺ ഓഫ് ദി ഗ്രേറ്റ് ഫിലിംസിൽ പെടുന്ന പടങ്ങളാണ് ഇതൊക്കെ. ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആരോ ഇരുന്നിട്ടാണ് ഇത് കാണിക്കാൻ അനുവാദം തരാതിരിക്കുന്നത്. അത് വേണ്ടപ്പെട്ടവരെ തീർച്ചയായിട്ടും ഇത് അതിനെപ്പറ്റി പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഈ 19 സിനിമ പ്രത്യേകിച്ച് വളരെ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള പടങ്ങളാണിത്. ഒരു സർട്ടൺ ലെവലിൽ ഒരു ക്യൂറേറ്റർ, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്യൂറേറ്റർ സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ ഫിലിം മേക്കേഴ്സ് ഉൾപ്പെടെ ഉള്ള സെലക്ഷൻ ജൂറി തിരഞ്ഞെടുത്ത പടങ്ങളാണ് ഈ കാണിക്കുന്നത്. അവയിൽ പലതും പല ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ കാണിക്കുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള പടങ്ങളാണ്. അത് പലരുടെയും പേഴ്സണൽ കളക്ഷനിലുള്ള പടങ്ങളാണ്. എൻ്റെ തന്നെ പല പടങ്ങളുമുണ്ട്. ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവുകേട് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ അറിവുള്ളവർ വേണം ഇരുന്നിട്ട് ഇതൊക്കെ തീരുമാനിക്കാനായിട്ട്. കാരണം സിനിമയെ പറ്റി അറിയണം, ലോകത്ത് എന്താണ് നടക്കുന്നുള്ള കാര്യങ്ങളെപ്പറ്റി അറിയണം. അതില്ലാതെ ഇരുന്ന് സിനിമയുടെ ടൈറ്റിൽ നോക്കിയിട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഒരു ടൈറ്റിൽ ഞാൻ നോക്കി, ബീഫ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലുണ്ട്. അതിൻ്റെ അർത്ഥം പിന്നെ പശുവിൻ്റെ ഇറച്ചി എല്ലാവരും കഴിക്കണമെന്നല്ല. അതിൻ്റെ അർത്ഥം അതല്ല. അത് ബീഫ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. അതിൽ പശുവിൻ്റെ ഇറച്ചിയെ പറ്റി അല്ല അത്. അതിങ്ങനെ ടൈറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു അറിവുകേട് കൊണ്ടാണ്, ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഈ പടങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുള്ളത്. കാരണം ഈ എക്സംഷൻ വേണം. സെൻസറിൽ നിന്നുള്ള എക്സംഷൻ ഉണ്ടെങ്കിൽ ഈ ഫെസ്റ്റിവൽ പടങ്ങൾ കാണിക്കാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ക്ലാസിക്കലായിട്ടുള്ള പടങ്ങൾ പോലും നമ്മൾ കൊണ്ടുവന്നിട്ട് സെൻസർ ചെയ്തിട്ട് കാണിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ സിനിമ പഠിച്ച പുസ്തകം ഫിലിമുകളുണ്ട്. ഇത് കണ്ട് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള പടങ്ങളാണ്. ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആളുകൾ ഇരുന്നിട്ടാണ് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കതിൽ പ്രതിഷേധമുണ്ട്. നമ്മൾ അതേസമയം അറിയാവുന്ന ആളുകൾ ഇരുന്ന് പരിശോധിച്ച് എത്രയും വേഗം ഇതിന് പ്രദർശനാനുമതി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആ കാര്യത്തിൽ അഭിപ്രായമൊന്നും പറയാനില്ല. കോടതിയല്ലേ ഇത് ചെയ്യുന്നത്. കോടതിയിൽ നമ്മൾ അഭിപ്രായം അത് വേറെ. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. നമ്മൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു വേദിയാണിത്. ഇത് വളരെ സജീവമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇത് നമ്മൾ നേരിടുന്നത്. അതിനെപ്പറ്റി പറയുമ്പോൾ ഈ പടങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾ നമ്മൾ അവരെ ക്ഷണിച്ചിട്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വിദേശത്തു നിന്നുള്ള പ്രതിനിധികൾ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അവരുടെ പടം കാണിക്കാൻ അനുമതിയില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി എത്രയും വേഗം അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ പടങ്ങൾ കാണിക്കാൻ സാധിക്കൂ. എന്താണ് ആവശ്യപ്പെട്ടത്? ഇപ്പോൾ കൂടുതൽ സ്ക്രീനിംഗ് വേണമെന്നുള്ളതാണ് പറയുന്നത്. ചില പടങ്ങൾ കാണിക്കാനുള്ള അനുവാദമാണ് തരാത്തത്. കൂടുതൽ പടം കാണിക്കുന്നത് കുറച്ച് കാണിക്കുന്നുള്ളതല്ല. ഈ പടങ്ങൾ കാണിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വെറും ഒരു അറിവുകേടിന്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പടങ്ങൾ എന്താണെന്ന് അവർക്ക് ഇത് നോക്കിയിട്ട് ടൈറ്റിൽ നോക്കിയിട്ട് ബാറ്റിൽഷിപ്പ് അയ്യോ ഒരു കുഴപ്പമാണല്ലോ, യുദ്ധമാണ്, എന്താ അങ്ങനെയൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ്. അതൊരു ക്ലാസിക്കാണ്. സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്ലാസിക്കാണ് ബാറ്റിൽഷിപ്പ് ഉണ്ടെങ്കിൽ. അവർ ഇതൊക്കെ വലിയ ക്ലാസിക്കുകളാണ്. പ്രദർശിപ്പിക്കുക മാത്രമല്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പാഠപുസ്തകമാണ്. സിനിമ എടുക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമാണത്. ഇതൊരു നമ്മുടെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു വശത്ത് ഇത് എഡ്യൂക്കേഷനിലാണ്. സിനിമ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സിനിമ കൂടുതൽ ആസ്വദിക്കാൻ, സിനിമയെ പറ്റി എഴുതാനും ഒക്കെ അവർ നടത്തുന്ന ഒരു പരിശീലനമാണ് ഇതിൽ കൂടെ നടക്കുന്നത്. നല്ല സിനിമകൾ, വ്യത്യസ്തமான സിനിമകൾ കണ്ടിട്ട് ഈ ഒരു പടം പോലും ഇതിനകത്ത് കാണിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്, ഇതിലൊരു പടം പോലും
അങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.